നമസ്കാരം. ജാതക കഥകളിലെ 106-ാമത്തെ കഥ അമ്മയും കുഞ്ഞും. ഒരു സ്ത്രീ തൻ്റെ കൊച്ചുകുട്ടിയായ മകനെയും കൊണ്ട് കുളിക്കാൻ പോയി. ആദ്യം കുഞ്ഞിനെ കുളിപ്പിച്ച് കരക്കിരുത്തി. പിന്നെ അമ്മ കുളിക്കാനിറങ്ങി. അപ്പോൾ ഒരു രാക്ഷസി അതുവഴി വന്നു. കുഞ്ഞിനെ കണ്ടപ്പോൾ അതിനെ തിന്നണമെന്ന് തോന്നി. പെട്ടെന്ന് രാക്ഷസി വാത്സല്യമുള്ള ഒരമ്മയുടെ രൂപം സ്വീകരിച്ച് കുളക്കരയിലേക്ക് ചെന്നു. കുഞ്ഞിൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, "നല്ല ഓമനത്വമുള്ള കുഞ്ഞ്, നിങ്ങളുടെ മകനാണോ?" "അതെ," അവൻ്റെ അമ്മ പറഞ്ഞു. "കുഞ്ഞിനെ ഞാൻ എടുത്തോട്ടെ?" അവൾ ചോദിച്ചു. ഒപ്പം കുഞ്ഞിനെ കയ്യിലെടുക്കുകയും ഉമ്മ വയ്ക്കുകയും ചെയ്തു. കുഞ്ഞ് ഇണങ്ങിക്കഴിഞ്ഞപ്പോൾ അവൾ അതിനെയും കൊണ്ട് ഓടിപ്പോയി. അത് കണ്ട അമ്മ നിലവിളിച്ചുകൊണ്ട് പുറകെ ഓടി. "അയ്യോ, എൻ്റെ കുഞ്ഞിനെ തായോ!" "നിന്റെ കുഞ്ഞോ? ഇതെൻ്റെ കുഞ്ഞാണ്," മറ്റേ സ്ത്രീ കയർത്തു. വാക്കേറ്റമായി. ആളുകൾ കൂടി. അവർ 2 സ്ത്രീകളെയും കുഞ്ഞിനെയും ബോധിസത്വൻ്റെ മുന്നിൽ എത്തിച്ചു. അദ്ദേഹം 2 പേരുടെയും പരാതി കേട്ടു. പിന്നെ നിലത്തൊരു വര വരച്ചു. കുഞ്ഞിനെ ആ വരയിൽ കിടത്തി കുഞ്ഞിൻ്റെ ഒരു കൈയിൽ പിടിക്കാൻ അമ്മയോടും മറ്റേ കൈയിൽ പിടിക്കാൻ സ്ത്രീരൂപം ധരിച്ച രാക്ഷസിയോടും പറഞ്ഞു. എന്നിട്ട് എല്ലാവരും കേൾക്കെ അദ്ദേഹം പറഞ്ഞു, "നിങ്ങൾ മുഴുവൻ ശക്തിയുമെടുത്ത് കുഞ്ഞിനെ വലിച്ചുകൊള്ളൂ. ആർക്കാണ് കിട്ടുന്നത് അവരുടേതാണ് കുഞ്ഞ്." 2 പേരും കൂടി കുഞ്ഞിനെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു വലിച്ചു. വേദന സഹിക്കാനാവാതെ കുഞ്ഞ് കരയാനും തുടങ്ങി. അപ്പോൾ അമ്മ പിടിവിട്ടു. ഇത് കണ്ട് ബോധിസത്വം ചോദിച്ചു, "നീ എന്തിനാ പിടിവിട്ടത്? കുഞ്ഞിനെ വേണ്ടേ?" "കുഞ്ഞിനെ നോവിപ്പിക്കാൻ എനിക്കാവില്ല. കുഞ്ഞിനെ കിട്ടിയില്ലെങ്കിലും അവന് അപകടമൊന്നും പറ്റാതിരുന്നാൽ മതി," അമ്മ പറഞ്ഞു. അത് കേട്ട് ബോധിസത്വൻ എല്ലാവരോടുമായി പറഞ്ഞു, "ഇപ്പോൾ മനസ്സിലായില്ലേ ആരാണ് ശരിയായ അമ്മയെന്ന്? സ്വന്തം കുഞ്ഞിൻ്റെ വേദന അമ്മയ്ക്ക് മാത്രമേ ഹൃദയത്തിൽ തട്ടൂ." സ്ത്രീരൂപം ധരിച്ച രാക്ഷസിയെ ചൂണ്ടിക്കൊണ്ട് ബോധിസത്വൻ തുടർന്നു, "ഇവളൊരു രാക്ഷസിയാണ്. കണ്ണ് ചിമ്മാത്തത് കണ്ടില്ലേ? ഇവൾക്ക് നിഴലുമില്ല. കുഞ്ഞിനെ തിന്നാൻ വേണ്ടിയാണ് ഇവൾ മോഷ്ടിച്ചത്." പിന്നെ അവളുടെ നേരെ തിരിഞ്ഞു പറഞ്ഞു, "മുജ്ജന്മത്തിൽ ഇത്തരം പാപം ചെയ്തതുകൊണ്ടാണ് നീ രാക്ഷസിയായി ജനിച്ചത്. ഇനിയെങ്കിലും ഇതുപോലുള്ള തെറ്റുകൾ ചെയ്യാതിരുന്നാൽ നിനക്ക് രക്ഷയുണ്ട്." ഇങ്ങനെ അവൾക്ക് ഉപദേശങ്ങൾ കൊടുത്ത് മാപ്പു നൽകി. ബോധിസത്വനെ വണങ്ങിയിട്ട് അമ്മ കുഞ്ഞിനെയും കൊണ്ട് വീട്ടിലേക്ക് പോയി. നന്ദി.